പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ തിരുവചനത്തിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചാൽ ആരും പാപത്തിൽ ജീവിക്കുന്നില്ല. ഒരു ജനനം ദൈവത്തിൽ നിന്നാണ് നമുക്കുണ്ടാകുന്നതെങ്കിൽ നമ്മുടെ ജീവിതം പാപം ചെയ്യുവാൻ ദൈവം അനുവദിക്കത്തില്ല. റോമാലേഖനത്തില് 6-ാം അധ്യായത്തിൽ നാം പാപത്തിന് അടിമപ്പെടാത്ത വണ്ണം നമ്മുടെ പാപശരീരം നീക്കേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുവാൻ പറയുന്ന ആ കർത്താവിൻ്റെ ആ കൃപയെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. നേരം പാപത്തിൻ്റെതായ ഒരു മൂടുപടം, പാപത്തിൻ്റെതായ ഒരു അവസ്ഥ, പാപത്തിൻ്റെതായ ഒരു ചിന്ത, പാപത്തിൻ്റെതായ ഒരു പ്രവൃത്തി, പാപത്തിൻ്റെതായ ഒരു ജീവിതം, പാപത്തിൻ്റെതായ കാഴ്ചപ്പാടുകൾ ദൈവത്തിൽ നിന്ന് ജനിച്ചാൽ ആരും പാപത്തിൽ ജീവിക്കുന്നില്ല. അവനെ തന്നെ സൂക്ഷിക്കുവാൻ ദൈവം ഇടയാക്കും. ഇത് സൂക്ഷിക്കപ്പെടാനുള്ളതാണ് നമ്മുടെ ഈ ശരീരം. അതുകൊണ്ട് ആ കൊറിന്ത്യരുടെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വചനത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൽ നിന്ന് ജനിച്ച മനുഷ്യൻ അറിയേണ്ട ഒരു കാര്യമാണിത്. ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ഈ ആലയത്തിൽ ദൈവം വസിക്കുന്നുണ്ട്. മനുഷ്യന്റെ കരങ്ങളാൽ നിർമ്മിതമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആലയത്തിലോ അല്ല ദൈവം വസിക്കുന്നത്. ദൈവം തൻ്റെ കരങ്ങളാൽ മെനഞ്ഞ ദൈവമക്കളായ നമ്മെയാണ് ദൈവം സൃഷ്ടിച്ചത്. ദൈവം തൻ്റെ കരവേലയാൽ മെനഞ്ഞെടുത്തതാണ് നമ്മെ. ജീവന്റെ ആത്മാവിനെ നമ്മുടെ അകത്തേക്ക് നിശ്വസിച്ചു തന്ന ദൈവമാണ്. അന്നേരം നമ്മുടെ അകത്തൊരു ജീവൻ വെളിപ്പെട്ടു, ദൈവത്തിലുള്ള ജീവൻ. ആ ജീവനാലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ പാപത്തെ മുഴുവനും യേശു കർത്താവ് കാൽവരി ക്രൂശിലെ ആ ക്രൂശിത മരണത്തിലൂടെ, ആ രക്തത്താൽ, എൻ്റെ രക്തവുമായി കർത്താവ് അങ്ങോട്ട് ഏകീഭവിച്ച് എൻ്റെ പാപസാഹചര്യങ്ങളും പാപത്തിൻ്റെതായ അവസ്ഥകളെ മുഴുവനും എൻ്റെ അകത്തുനിന്ന് ശുദ്ധീകരിച്ച കർത്താവ്, എന്നെ അഭിഷേകം ചെയ്ത കർത്താവ്, എന്നെ ബലപ്പെടുത്തിയ കർത്താവ്. അതിന് താഴോട്ട് വചനത്തിൽ നോക്കിക്കേ. ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും അതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. അവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. പാപം ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. ദൈവത്തിൽ നിന്നുള്ളവന് പ്രത്യേകതകൾ ഉണ്ടെന്നേ. ദൈവത്തിനുള്ളവന്റെ കൂടെ ദൈവം വസിക്കുന്നുണ്ടെന്നേ. ദൈവത്തിനുള്ളവന്റെ കൂടെ ദൈവം ജീവിക്കുന്നുണ്ടെന്നേ. അവന്റെ പ്രാർത്ഥനയിൽ അവിടെ ദൈവപ്രവൃത്തി നടക്കുന്നുണ്ടെന്നേ. അവൻ വചനം പറയുമ്പോൾ ആ വചന ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് ആ വചനം എന്നോടാണ് സംസാരിക്കുന്നത്, ആ വചനം എന്നെയാണ് സ്പർശിക്കുന്നത്, ആ വചനം എൻ്റെ ജീവിതത്തിലുള്ള ചില അവസ്ഥകളെ മാറ്റുന്നതാണ്, എന്നെ തിരുത്തുന്നതാണ്, എന്നെ പണിയുന്നതാണ്, എന്നെ അഭിഷേകം ചെയ്യുന്നതാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു പുതുക്കം വരുത്തുന്നതാണ് ഈ വചനം. ദൈവത്തിൽ നിന്ന് വരുന്ന വചനത്തിന് എപ്പോഴും മൂർച്ചയേറിയതാണ്. ആ വചനം ഹൃദയത്തിൻ്റെ ഉള്ളറയെ ക്രിയ ചെയ്യും. എന്നെ പുതുക്കുവാൻ തുടങ്ങും. എൻ്റെ അവസ്ഥകളെ മാറ്റാൻ തുടങ്ങും. എൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ നീക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് വചനം പറഞ്ഞത് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപത്തിൽ ജീവിക്കുന്നില്ല എന്ന് പറയാൻ കാരണം
അവൻ എങ്ങനെ ജീവിക്കും? യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാകുന്നു. ആത്മാവിലുള്ള ഒരു ജീവിതം ദൈവമക്കൾ അനുഭവിച്ച് കർത്താവിൻ്റെ കൂടെ ജീവിക്കും. ഈ ഒരു ജീവിതം ഈ വചനം കേൾക്കുന്ന നമ്മളിലേക്ക് വെളിപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൻ്റെ ആ കൃപയെ അനുഭവിക്കുവാൻ, ആ വചനത്തെ അനുഭവിക്കുവാൻ, അത് എനിക്ക് വേണ്ടി എൻ്റെ യേശുവിൽ എനിക്ക് തന്ന കൃപ എൻ്റെ അകത്ത് വെളിപ്പെടേണ്ടതിന്, എന്നെ വീണ്ടെടുത്തവൻ്റെ രക്ഷ എനിക്ക് അനുഭവിക്കുവാൻ, കർത്താവേ, ഈ വചനം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരേണ്ടതിന്, എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു ആശ്വാസവും എല്ലാവരുടെയും ഉള്ളിൽ ഒരു ദൈവിക ശക്തിയും അഭിഷേകവുമായി മാറാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.